മിക്കവാറും ഈ ഓണം കഴിയുമ്പോൾ ചവിട്ടുത്തിരുമൽ കേന്ദ്രത്തിലോട്ട് പോകേണ്ടി വരും. അതാണ് അവസ്ഥ. നടുവും പുറമൊക്കെ പള്ളിപ്പുറായിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് KSEBിയുടെ ഒരു മുട്ടൻ പണിയും കൂടി. പാതിരാത്രി 12 മണിക്ക് ഒരു മെസ്സേജ്, പിറ്റേന്ന് കറണ്ട് ഉണ്ടാവില്ലെന്ന്. അങ്ങനെ ചേച്ചിമാരോടൊക്കെ വരണ്ടാന്നും പറഞ്ഞു അവരാരും വന്നില്ല. കറണ്ട് ഇട്ട് പോയൂല്ല. എന്ത് കഷ്ടമാണെന്ന് നോക്കിയത്. അന്വേഷിച്ച് വൈക്കത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. ആ ഗ്യാപ്പിൽ പുള്ളിനെ വിളിച്ച് വരുത്തി കുറച്ച് പണിയും കൂടി ചെയ്യിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു അനാർക്കലിയൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു പോയതാണ്. പക്ഷെ അവർ ഒന്ന് ട്രയൽ നോക്കിയപ്പോൾ ഹൈനൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ആ കൊച്ചിനെ തൊട്ടും ഇണങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചെയ്ത് വെച്ചിരുന്ന കോളറൊക്കെ അഴിച്ചു പറിച്ച് കളഞ്ഞിട്ട് കഴുത്ത് പിന്നെ ഇറക്കി. ഫ്രണ്ടിൽ ഒരു സ്ലിറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ മറച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അതൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സിൽ കോളറിൽ മാത്രം ഒന്ന് വർക്ക് ചെയ്തെടുക്കണം. ഇതൊക്കെ പുറത്തോട്ട് കൊറിയർ പോകേണ്ടത്. ഇതൊക്കെ സമയത്തിനവിടെ എത്തുമോ എന്നാണ് എൻ്റെ ഒരു സംശയം. പിന്നെ ഇതൊരു ഷ്രഗാണ് കേട്ടോ. ഈ ഷ്രഗ് എന്ന് പറയുന്നത് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച് നോക്കുന്നതാണ്. അതിങ്ങനെ ലെവലിനൊക്കെ വെട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ എന്നെ ഇട്ടിട്ട് നിർത്തിക്കൊണ്ടാണ് നാൻസി വെട്ടുന്നത്. അല്ലാത്ത പക്ഷേ നമുക്കിത് ലെവലാക്കി വെട്ടാൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ട് ദൂരെ പോയി നിൽക്കാൻ പറയും. അപ്പോൾ നമ്മൾ ദൂരെ പോയി നിൽക്കും. ഇങ്ങോട്ട് ഒരു എന്നിട്ട് ലെവലല്ലാത്തത് വെട്ടിയെടുക്കും. അങ്ങനെ നമ്മുടെ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയൊരു പണിയും കൂടി ഉണ്ട്. ഒരു തുണിയുണ്ട്. അത് തുണി ഇങ്ങനെ വെട്ടി എടുത്തിട്ട് ഈ ഷ്രഗിൻ്റെ അറ്റം മുഴുവൻ ആപ്ലിക് വർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ആ പരിപാടിയിലോട്ട് നാൻസി കടന്നിട്ടുണ്ട്. പണി ചെയ്ത് ഊപ്പാട് ഒത്തിരി തുന്നാനുണ്ടായിരുന്നു കേട്ടോ. തുന്നാൻ ഇവരെല്ലാവരും തയ്ച്ചു കൂട്ടുന്നത്, തുന്നി തീർക്കേണ്ടത് ഞാനല്ലേ. എൻ്റെ ഇടപാട് തീർന്നെന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു ഡ്രസ്സ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രാത്രി ആകുമ്പോൾ ഒന്ന് കിടക്കാലോ എന്ന് കരുതിയിട്ട് കൊതിച്ചിരുന്നപ്പോഴാണ് കിയാരയുടെ പൂച്ചമാതി കേസുമായിട്ട് വന്ന് പിന്നെ മെഡിക്കൽ കോളേജിൽ പോയത്. അങ്ങനെ ഓരോ ദിവസം എന്തെങ്കിലും വള്ളിക്കെട്ട് ഉണ്ടാകും നമുക്ക്.